Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. കഴിഞ്ഞ ദിവസമുണ്ടായ 14 വയസ്സുകാരന്റെ മുങ്ങിമരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാതായി മാറി. വീട്ടുകാരെ ആശ്വസിപ്പിക്കുവാൻ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി. പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം ഇരിപ്പിലത്തൊടി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ബിന്ദു ദമ്പതികളുടെ ഇളയ മകൻ 14 വയസ്സുള്ള അതുൽ കൃഷ്ണന്റെ അപ്രതീക്ഷിതമായ വേർപാട് നാടിനെ ദുഃഖത്തിലാഴ്ത്തി. ദിനംപ്രതി സഹോദരനും കൂട്ടുകാരുമൊത്ത് കൂളിത്തോട്ടിൽ തന്നെയാണ് ഇവർ വൈകിട്ട് 3-ന് ശേഷം കുളിക്കാൻ പോവാറ്. എന്നാൽ ഇന്നേ വരെ ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് മുതിർന്ന അംഗങ്ങൾ പറയുന്നത്. സാധാരണ രീതിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ അതുൽ കൃഷ്ണ വെള്ളത്തിൽ നിന്ന് പൊന്തി വരാത്തതിനെ തുടർന്ന് ജ്യേഷ്ഠൻ അബിൻ കൃഷ്ണ അനിയനെ പൊക്കിയെടുക്കുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അബിൻ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് കണ്ട് ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. എന്താണ് സംഭവിച്ചത് എന്ന് ഇവർക്ക് പറയുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ വെള്ളം അധികമായി എത്തിയത് കൊണ്ടാകാം എന്നാണ് നിഗമനം. പാഞ്ഞാൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് വരാൻ കാത്തിരിക്കുമ്പോഴാണ് നാടിനെ നടുക്കിയ ദാരുണ സംഭവം നടന്നത്. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ടാണ് 2 മക്കളെയും പഠിപ്പിച്ചത്. പഠിക്കാൻ മിടുക്കനായ അതുൽ കൃഷ്ണയുടെ മരണം അധ്യാപകർക്കും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. മൃതദേഹം കാണാൻ വേണ്ടി ചേലക്കര സ്വകാര്യ ആശുപത്രിയിലെത്തിയപ്പോൾ വാവിട്ട് കരയുന്ന രംഗങ്ങൾ ഹൃദയഭേദകമായിരുന്നു. ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ വിദ്യാർത്ഥി മുങ്ങിമരിച്ച കൂളിത്തോട് സന്ദർശിച്ചു. ആശുപത്രിയിലെത്തി കെ രാധാകൃഷ്ണൻ MPയും സ്ഥലത്തെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കൂടാതെ വാർഡംഗം സന്ദീപ് കോനനാഥ് മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയിരുന്നു. VCV ന്യൂസ് ചേലക്കര.